KPK വെങ്കടനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയുന്നത് അത് പിന്നെ എനിക്കൊരു ഓർമ്മ വരുന്നത്, അതായത് ഒരു പുസ്തകോത്സവത്തിൽ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് ലീന ഈ KPK വെങ്കട ഇങ്ങനെ വന്നിട്ട് ആ ഗീത മോഹൻ എവിടെയെന്ന് ചോദിക്കുകയെന്ന്. അത്ര കേൾക്കുന്നില്ലോ ആൾ. അപ്പം ഇവൾക്ക് ആരാണ് വെങ്കടയെന്നൊന്നും അറിയുന്നില്ല. അപ്പം ചോദിക്കുകയെന്ന് KPK വെങ്കടയല്ലേ എന്ന്. റേഡിയോയിൽ കേട്ട അത് അവളുടെ ആ മനസ്സിലുണ്ട് എന്നല്ലേ, നമ്മൾ ഞെട്ടിപ്പോയി. അതാണ് ആള്. വല്ലാത്തൊരു മനുഷ്യനാണ്. അത് സൗണ്ട് ക്വാളിറ്റി സൗണ്ട് ഉണ്ട്. പക്ഷെ എനിക്ക് ഇന്നും ചേച്ചി ഞാനൊരു മെസ്സേജ് അയച്ച അതിന് ഏത് പാതിരാത്രിയാണ് മോളെ എന്ന് പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ ഒരു മറുപടി വരുന്ന, ഒരു പക്ഷേ എൻ്റെ അച്ഛൻ പോലും അങ്ങനെ എനിക്ക് റിപ്ലൈ അയക്കില്ലായിരിക്കും. അത്രയും ഒരു വല്ലാത്തൊരു കണക്ഷൻ ആ അങ്കിളോടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു പുസ്തകം അച്ഛനെ കൊണ്ട് ഞാൻ പ്രകാശനം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് അങ്കിളിനെ ഞാൻ വിളിച്ചു. പാലക്കാട് അത് പാലക്കാട്, കാരണം അച്ഛനും അവിടെയായിരുന്നു. അച്ഛന് സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് അച്ഛനും KPK അങ്കിളും ലതിക ആന്റി കാതോട് അവരൊക്കെ. അപ്പൊ അങ്കിൾ അന്ന് വേറെ എവിടേക്കോ ട്രാവൽ ചെയ്തിട്ട് രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് കണ്ണൂർ എത്തി, കണ്ണൂരിൽ നിന്ന് ട്രെയിൻ പിടിച്ചിട്ട് ഉച്ചയ്ക്ക് 3-3:30 മണിക്ക് പാലക്കാട് എത്തിയത്. അത് വല്ലാത്തൊരു എനിക്കറിയില്ല, അതൊക്കെ ഏതോ എന്തൊക്കെയോ നല്ലത് എവിടെയോ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഒക്കെ ഒരു പുണ്യമായിട്ട് കിട്ടുന്ന കുഞ്ഞു സന്തോഷങ്ങൾ. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം നാട്ടിൽ പോയി ഞങ്ങൾക്ക് ട്രെയിനൊക്കെ മിസ്സായിരിക്കുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് കുറച്ച് ദൂരമുണ്ട് വീട്ടിൽ നിന്ന്. അപ്പം അങ്ങനെ അങ്കിളിനെ പോയി കണ്ടു, അങ്കിളിനെ ആൻറ്റീനെയും കണ്ടു. വല്ലാത്തൊരു സ്നേഹമാണ് അത്. നമുക്ക് നമ്മൾ ചേച്ചിയെ പോലെ നമുക്ക് ചില സ്നേഹങ്ങളിൽ നമുക്ക് അളക്കാൻ പറ്റില്ല. അതിന് ഒരു ഇന്ന കണക്ക് ഇന്ന മെഷർമെൻ്റ് ഒന്നും നമുക്കില്ല. അതങ്ങ് വരുന്നതാണ്. അത് നമ്മൾ ചെയ്ത പുണ്യം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണെന്ന് ഞാൻ മോഹനേട്ടൻ. അതെ, ഞാൻ ഒരിക്കൽ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ദൃശ്യയുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്, എനിക്ക് മോഹനേട്ടൻ ഭയങ്കര പേടിയാണ്. എനിക്ക് ഇന്നും എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ പേടിയൊക്കെ അങ്ങ് പോകും, ഒരു കർട്ടൻ പോലെയാണ്. അതങ്ങ് പോയിട്ട് മോഹനേട്ടൻ നമ്മളെ സ്വന്തം. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ ഒരു വേറെ ലെവലിൽ നമ്മൾ വെച്ചുകൊണ്ടായിരിക്കാം മോഹനേട്ടൻ. അത് സീമന് വലിയ കാര്യമാണ് ഇടയ്ക്ക് പറയാറുണ്ട്. അന്ന് അസോസിയേഷനിൽ കണ്ടില്ലേ, അന്ന് ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കിയെന്ന് തോന്നുന്നു കുറച്ച് സംസാരിക്കുമ്പം തന്നെ സീമേൻ്റെ. പക്ഷേ ചേച്ചി എല്ലാവരും മനസ്സിലാക്കില്ല. നമ്മളിങ്ങനെ ഒരുപാട് ചേർത്ത് വെക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ വിട്ടുപോകും ചിലപ്പം. ഇപ്പം ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് പ്രണയമുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ പ്രണയത്തിനേക്കാൾ കൂടുതൽ ഒരുപാട് വികാരങ്ങളുണ്ട്. നമ്മൾ ഈ ചേച്ചി പറഞ്ഞു കണ്ണൂരുകാരായതുകൊണ്ടായിരിക്കാം നമ്മളൊരാളെ അങ്ങ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുള്ളൂ. നമ്മളങ്ങ് വല്ലാതെ അവരെ ശ്വാസം മുട്ടിക്കും. നമ്മളെ പ്രശ്നമാണത്. ഈ ശ്വാസം മുട്ടി ഇവർ നമ്മളെ കയ്യിൽ നിന്ന് പോകുമല്ലോ, അത് ഭയങ്കര വിഷമമാണ് നമുക്ക്. നമ്മൾ അത് പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ശക്തമായൊരു പ്രണയം ഇല്ല ചേച്ചി. ഞാൻ പറയാം എനിക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അല്ല, ഞാൻ പറയാം എൻ്റെ കാര്യം എന്താ, ഞാൻ ഈ കോളേജ് സമയത്താണല്ലോ നമ്മളെ പ്രണയത്തിൻ്റെ നല്ല കാലം. അതെ, അന്ന് ഞാൻ എന്നെ കണ്ണൂരിലാക്കിയിട്ട് പ്രണയം തെറ്റല്ലടോ, അല്ല നല്ലതാണ്, അതല്ല. പക്ഷെ എനിക്കൊരു അവസരം കിട്ടിയില്ല. അത് എൻ്റെ വിഷമം അതാണ്. കാരണം അച്ഛനമ്മയും പാലക്കാട് പോയിട്ട് എന്നെ അമ്മമ്മയുടെ കൂടെ ആക്കി. എൻ്റെ അമ്മമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ നാട്ടിലത്തെ ഒരു ടെററാണ്. കാരണം മുത്തുലക്ഷ്മി എന്നാ പേര്, വീരപ്പൻ്റെ വൈഫിൻ്റെ പേര്, അതേ ക്യാരക്ടറാണ്. അതായത് അമ്മമ്മ എൻ്റെ ഗാർഡിയനാണ്. അപ്പം അമ്മയ്ക്കൊരു വിഷമമാണ്, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ക്വസ്റ്റ്യൻ അവിടെയല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്നെ അങ്ങ് ചങ്ങലക്കിട്ടപ്പോലെ. അതുകൊണ്ട് എൻ്റെ കസിൻസ് പോലും അച്ഛൻ്റെ മറ്റേ ബ്രദർ മോനും അങ്ങനെ എൻ്റെ അടുത്ത് മിണ്ടാൻ പാടില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ നന്നായി. അല്ലെങ്കിൽ ഞാൻ എവിടേക്കോ വഴുതിട്ട് എവിടെയോ പോയിട്ടുണ്ടാവും 100%. അപ്പം അതുകൊണ്ട് പ്രണയിക്കാനുള്ള അവസരം ആരും തന്നില്ല. പിന്നെ വന്ന് പാലക്കാട് വരുന്നു, കല്യാണം, പിന്നെ പ്രണയം, കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രണയമാണ്. പക്ഷേ പ്രണയമല്ല ചേച്ചി, അതിനേക്കാൾ വലിയ വികാരങ്ങളുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം എനിക്ക് ചേച്ചിയോട് തോന്നുന്ന സ്നേഹം അത് പ്രണയം വേണമെന്നൊന്നുമില്ല, അതിനപ്പുറമുള്ളൊരു സ്നേഹം ഉണ്ടല്ലോ. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും അച്ഛനും എന്നെ വഴക്ക് പറഞ്ഞ ഒറ്റ കാര്യമാണ്, നീ ആളെ നോക്കിയല്ല സ്നേഹിക്കുക. അതാണ്. പക്ഷേ സ്നേഹത്തിന് എനിക്കങ്ങനെ ഒരു അളവുണ്ടോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടാം. പിന്നെ അവർ നമ്മളെ കൂടെ നിൽക്കേണ്ട, അതായത് അവരുടെ ഒരു എന്താ പറയുക അത്രേ ഉള്ളൂ. പക്ഷെ നമുക്കത് വിഷമമാണ്, നമ്മൾ എന്ത് ചെയ്തിട്ടാ നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ വിട്ടിട്ട് പോകുന്നെന്ന്. അപ്പോൾ തോന്നുമ്പോൾ ഈ പ്രണയമൊന്നും അല്ല, നമുക്ക് ഒരാളോട് തോന്നുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, അത് മതി. അത് സത്യമാണെങ്കിൽ അതെന്നുണ്ടോ. പലരും പറയും എന്തിനാണ് അവളെടുത്ത് അങ്ങനെ അടുക്കേണ്ട കാര്യം, അല്ലെങ്കിൽ എന്താണ് അവൾ ശരിയല്ല. ഞാനത് ശ്രദ്ധിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളോട് അവളെങ്ങനെ അല്ലെങ്കിൽ അവനെങ്ങനെ അത്രേ നോക്കില്ല. അത്രേ ഉള്ളൂ. അവരെടുത്ത എന്താണ് അത് അവരെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്താണ് അവരെന്തോ ആവാം.
കള്ളനാവാം, വ്യഭിചാരം നടത്തുന്ന ആളായിരിക്കും, എന്തായിരിക്കും. പക്ഷെ അതൊന്നും നമ്മളല്ല, നമ്മളെടുത്ത് എങ്ങനെ അത്ര ഞാൻ നോക്കാറില്ല ഇന്ന് വരെ. അങ്ങനെയാണ് എന്റെയും പ്രശ്നം അതാ. പക്ഷെ അതുകൊണ്ടാണ് എനിക്ക് വീട്ടിൽ മൂന്നാമത് അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത്, രണ്ടാമത് ഒരാൾ പറയുന്നത്, അനുഭവമായി എത്ര ആൾക്കാരുണ്ട് അപ്പം കട്ട് ചെയ്യും ബന്ധം, അൺഫ്രണ്ട് ആക്കും ഫേസ്ബുക്കിലെല്ലാം. അതിന്റെ ആവശ്യമില്ല. നമ്മളെടുത്ത് എന്താണ്, അത്രേ ഉള്ളൂ. നമ്മളെ വീട്ടിൽ പോവാണെങ്കിൽ പോട്ടെ, പോയി പണി നോക്കട്ടെ, ഒന്നുമില്ല. ഇങ്ങോട്ട് എങ്ങനെ അത്രയും സ്നേഹം നമ്മൾ തിരിച്ചിട്ടും കൊടുക്കും. നമ്മൾ മനസ്സിലാക്കാണ്ട് പിന്നെ നാളെ മറ്റന്നാൾ പോകുന്നത് അയ്യോ നീ വാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നുമില്ല, പോട്ടെ. അത് എനിക്കൊരു അത്യാവശ്യമായ ഒരു ലെസൺ ആയിരുന്നു. എനിക്ക് അങ്ങനെ വിടാൻ അറിയില്ല, പിടിച്ചു വെക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇനിയിപ്പോൾ സീമയുടെ ആഗ്രഹം എന്തെല്ലാമാണ്? ചേച്ചി ആഗ്രഹം ഓരോരാൾക്കും ആഗ്രഹിക്കാലോ, ആശിക്കാലോ, പിന്നെ ഇഷ്ടംപോലെ ആഗ്രഹം, സ്വപ്നം കാണുന്ന ചില സംഭവങ്ങൾ കുറേ എഴുതണമെന്നുണ്ട്. കുറേ വികാരങ്ങളെ കുറിച്ച്, അതിപ്പോ പ്രണയമാണെങ്കിലും വിഷമമാണെങ്കിലും മരണമാണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ആൾക്കാർ പറഞ്ഞ പോലെ അനുഭവിച്ചാലേ എഴുതാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. ചിലതൊക്കെ അനുഭവിച്ചാലേ എഴുതാൻ പറ്റുള്ളായിരിക്കാം. പക്ഷേ അല്ല, പ്രണയം ഞാൻ കുറച്ച് മുന്നേ ചോദിച്ചു അല്ല, പാലക്കാട് പോയിട്ട് പ്രണയിച്ചാണോ പ്രദീപനാന്നുള്ളത്. അപ്പോൾ പ്രണയം എന്നൊരു വികാരം ഉള്ളിൽ ഇല്ലാതെ എന്തായാലും സീമേൻ്റെ ഉള്ളിൽ നടക്കാതെ ഇതുവരെ എന്താ പറയുക, സീമ അനുഭവിച്ചറിയാത്തൊരു എന്തോ ഒരു പ്രണയത്തിൻ്റെ ഒരു അംശം സ്ട്രോങ് ആയിട്ട് ഉണ്ടെങ്കിലേ അത് സക്സസ് ആവുള്ളൂ. അത് എഴുതിയാൽ പ്രണയത്തിനെ കുറിച്ചിട്ടുള്ള പുസ്തകം. ചേച്ചി അതിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? ആരാ പറഞ്ഞത്? ഇനി പ്രണയിക്കാൻ ആളെ തപ്പാൻ പറ്റില്ല. പിന്നെ വീട്ടിലുള്ള ഒരാളുണ്ട്, അയാളെ വേണമെങ്കിൽ ഇനിയും പ്രണയിക്കാം. അതിനെ പറ്റിയിട്ട് വേണമെങ്കിൽ ഒരു അത് ശരി, അതൊരു വലിയൊരു സംഭവമാണ്. ഒരുപാട് എഴുതാണ്ടോ, ഒരു പുസ്തകത്തിലൊന്നും അടങ്ങില്ല ആ പ്രണയം. അത് ആവട്ടെ, അതും വരും പതുക്കെ. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അതൊരു വ്യത്യാസമായിട്ട് കിടക്കട്ടെ. അതെ, അതൊരു വല്ലാത്ത പ്രണയമാണ്, ശാശ്വതാണ്. എന്റേതായ എന്റെ പ്രണയം. അതിലാവുമ്പോ എനിക്ക് എന്തും എഴുതാൻ നല്ല തീരുമാനം. അതെ അതെ, അതെന്തായാലും അത് ചേച്ചിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും അത് വരും അടുത്ത തന്നെ നമുക്ക് ഷാർജ ബുക്ക് ഫെയറിൽ. ചേച്ചി എന്നെ ആ പുസ്തകത്തിന് ഒന്ന് പ്രകാശിപ്പിച്ച് തരണം, ഒന്ന് പൊലിപ്പിച്ച് തരാം. അതെ അതെ, നമ്മളെ മത്ത് ആയ പോലെ അത് കൊണ്ടുവരാം. അപ്പം സീമ, ഒരുപാട് സന്തോഷം. ദുബായിൽ നിന്ന് ഇവിടെ എത്തി, അജ്മാനിലെത്തി, സന്തോഷ നിമിഷങ്ങൾ പങ്കിട്ടതിന്. ചേച്ചിയുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നതാണ് സന്തോഷം. പിന്നെ ബാക്കി നമ്മൾ വർത്തമാനം പറഞ്ഞൊക്കെ പറഞ്ഞു, അതിങ്ങനെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അപ്പം അത് നമ്മളാരും എഴുതി വെച്ച് കൊണ്ടുവരുന്നതൊന്നുമല്ല. അപ്പം ചേച്ചി എന്നെ ഇതിലൊരു ഭാഗമാക്കി, ഒരു കുഞ്ഞി ഭാഗമാക്കിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ. മോനേട്ടിൻ്റെ അടുത്ത് ഞാൻ സീമ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആളുടെ മുഖത്തെ ചിരിയും സീമ വരുന്നുണ്ട്. ആ ഓക്കെ, പിന്നെ ഒന്നും നോക്കാനില്ല. ഒരുപാട് നമുക്കിങ്ങനെ ഇനി ഒരുപാട് നമുക്ക് സംസാരിക്കാൻ പറ്റട്ടെ. ഇനിയും കൂടണം, തീർച്ചയായും. ചേച്ചി എൻ്റെ അടുത്ത് ഇനി വരുമോ ഒന്നും ചോദിക്കരുത്, സീമ വാ എന്ന് പറഞ്ഞാൽ ഞാൻ എത്തും. വന്നിരിക്കണം, തീർച്ചയായിട്ടും. അത്രേ വേണ്ട. ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് സന്തോഷം സീമ. സന്തോഷം. ഒരുപാട് സന്തോഷം. ഓക്കെ.